ഹായ് ഫ്രണ്ട്സ്, ജാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞായറാഴ്ച കാലത്ത് തന്നെ ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോയതാണ്. എവിടേക്കും അല്ല കേട്ടോ, കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കുട്ടികളെ പരിഭവം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ 2 മാസമൊക്കെ അവരെ സ്കൂളൊക്കെ അടച്ചു. ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ടൂറൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കോഴിയുണ്ട്, പിന്നെ ചെടികളൊക്കെ നനയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ പോയി ഒരു വൈകുന്നേരമൊക്കെ നമ്മളെ വീട്ടിലെത്തുന്ന രൂപത്തിലുള്ള ട്രിപ്പ് മാത്രമേ ഞങ്ങൾ പോവാറുള്ളൂ. മുമ്പൊക്കെ ഒരുപാട് ടൂറ് പോയിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ അതൊന്നും നമുക്ക് സാധിക്കുന്നില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കോഴിക്കോട് എത്തി. അപ്പോൾ കുറച്ച് ദിവസം പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും കുറേ ദിവസമായിട്ട് ഇറച്ചി തന്നെയല്ലേ, അപ്പോൾ എല്ലാവർക്കും ഇറച്ചി മടുത്തിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വെജിറ്റേറിയൻ മതി എന്നിട്ട് അങ്ങനെ ഞങ്ങളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവരവരും ഓർഡർ ചെയ്യാണ്. ഞാൻ പൂരിയാണ് കഴിച്ചത്, വടയും, പിന്നെ അത് അവിടെ മസാല ദോശ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിന് വാങ്ങി കഴിക്കുകയാണ്. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിക്കാതെ വന്നതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കടപ്പുറത്തേക്കാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് രാവിലെ വരുന്നത് കേട്ടോ. നമ്മളെപ്പോഴും വൈകിട്ടല്ലേ വരാറ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ. നീല കളറായിട്ട് നമ്മൾ കരുതും ആ സമയത്തൊന്നും ആരും ഉണ്ടാവില്ല എന്ന്, പക്ഷെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരുപാട് ലേഡീസ് ഉണ്ട്, പിന്നെ അതുപോലെ പിന്നെന്താ കുട്ടികളും വലിയ ആളുകളും ഒക്കെ ഫുട്ബോൾ കളിക്കണ്. അങ്ങനെ ഒരുപാട് കലപില. നമ്മൾ വൈകുന്നേരം കാണുന്ന അതേപോലെ തന്നെയായിരുന്നു രാവിലെ. അത്ര അധികം ആളുകളില്ല, പക്ഷെ എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും മോള് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഓരോ കലാരൂപം ഉണ്ടാക്കണം അവളവിടെ ഇരുന്നിട്ട്. പാടി പല വെറൈറ്റി ഉണ്ട്. ഇപ്പൊ തരുന്നു പണി അവിടെ പോയിട്ട് മിന്നിന് വേണ്ടി കൊടുക്കും. വെറൈറ്റിയാ കൈരേഖ ഒന്നും നോക്കാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് സമയം കൂടിയൊക്കെ ഇരുന്ന് ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നു. പോരുന്ന വഴിക്കാണ് ഞങ്ങൾ ഹാർബറിലൊന്ന് പോയത് കേട്ടോ. മീൻ വാങ്ങാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ പെരുന്നാളായതുകൊണ്ട് മീനൊന്നും എടുക്കാൻ പോയിട്ടില്ല. കടലേക്ക് തോണി ഇറക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ അവിടെ ചുറ്റിക്കറങ്ങി. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ആൾക്കാരോടൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് ഹാർബറിൽ വരുന്നതിന് മുന്നേ കേട്ടോ ഒരുപാട് ആൾക്കാരോട് നമ്മൾ ചോദിച്ചു. ഞങ്ങൾക്ക് കുറച്ച് വല ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരാൾ പറഞ്ഞു തന്നാണ് ഹാർബറിൽ പോയാൽ കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ അതും തേടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വല ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഹാർബറിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് കേട്ടോ. കടപ്പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എന്തായാലും മീൻ വാങ്ങിയിട്ട് വന്നാൽ മതി കേട്ടോ. ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ ഇപ്പോൾ പോവാറില്ല, കുറേയൊക്കെ മുന്നേ നമ്മൾ എപ്പോഴും താന്നൂർ പോയിട്ട് ഇതുപോലെ വാങ്ങിക്കൊണ്ടുവരാറാണ് മീൻ. ഇനി ഞങ്ങൾ ഒരു 4-5 ബോക്സിലൊക്കെ ആക്കി ഫ്രീസറിൽ വെക്കും. നല്ല രുചിയാണ്. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുന്ന പോലെ ഒന്നുമല്ല അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ. നല്ല ടേസ്റ്റാണ് ആ മീനിന്. പക്ഷെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു സംഭവമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറേ ദിവസമായി നമ്മളിത് വാങ്ങണം എന്ന് വിചാരിക്കണം. 5 മീറ്റർ വീതിയാ.
4 മീറ്റർ വീതം 5 മീറ്റർ അങ്ങനെ കഴിഞ്ഞ് 5 ആയാലും കുഴപ്പമില്ല. ഈ വീക്കുണ്ടോ? ഇത് പീസാണ്. പീസല്ല, ഇങ്ങനത്തെ കഷ്ടാണ്. അല്ല ഇത് വീതി 3 അപ്പൊ ഞങ്ങള് റംബുട്ടാൻ വല ഇടാൻ വേണ്ടിട്ട് 250 റുപ്യക്ക് നമുക്ക് വല വാങ്ങിയിട്ട് നന്നായിട്ട് ഉമ്മച്ചി കെട്ടിട്ട് ഒരു കയർ പ്രശ്നത്തിൽ ചെറുത് ഓണാണിത്. നമ്മളിവിടെ കെട്ടിട്ടിക്ക തലക്ക് വെയിലുണ്ടായി. പോവല്ലേ. വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചും ചെയ്ത്. ഞങ്ങൾ നേരെ കടൽ കണ്ടതിന് ശേഷം ഹൈലൈറ്റ് മാൾക്ക് പോകണമെന്ന് കരുതിയതായിരുന്നു കേട്ടോ. പക്ഷെ അത് നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. മോളെ യൂണിഫോം നമുക്ക് തയ്ച്ചതായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ അത് റെഡി ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച നാളെ സ്കൂൾ തുറക്കല്ലേ. അപ്പോൾ അത് നമ്മൾ വൈകിട്ട് പോകുമ്പോഴേക്കും ഷോപ്പൊക്കെ അടക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ വേഗം നാട്ടിലേക്ക് പോന്നു. അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുത്തതിന് ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള സാധനങ്ങളും ബാഗും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലേക്ക് വന്നതാണ്. അവിടെ വന്നപ്പോൾ പിന്നെ കുറച്ച് പച്ചക്കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ വാങ്ങി. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ കാണുന്നത് മുഴുവൻ നമുക്ക് ആവശ്യമാണ്. നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും ആവശ്യമായിക്കാരം. അപ്പോൾ അതവിടെ ഞാൻ കാക്ടസും സക്കുലൻസും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 160 രൂപയെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള മുന്തിരിയാണ്. അപ്പോൾ അത് കുറച്ച് വാങ്ങി. ഇതുപോലെ നെസ്റ്റോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നാഗവല്ലിയായി മാറൂലേ. കാണുന്ന മുഴുവൻ ആവശ്യക്കാരോ. അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ ഞാൻ ആ ബോട്ടിൽ വാങ്ങണമെന്ന് വിചാരിക്കുന്നത് 3 ബോട്ടിലുണ്ടാവും അത്. പിന്നെ ഞങ്ങൾ ബാഗ് മുകളിലാണെന്ന് പറഞ്ഞപ്പോൾ മുകൾക്ക് പോവുകയാണ്. അപ്പോൾ മുകൾക്ക് ചെന്നപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കൂലല്ലോ.